Welcome back to my channel, English Grammar Teaching and Learning. Let us get started the second unit. Past progress. പുരോഗതിയിലേക്കുള്ള വഴികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. Two roads diverged in a wood, and I took the one less traveled by, and that has made all the difference. These are the lines taken from the poem The Road Not Taken, written by Robert Frost. These are the final lines of the poem The Road Not Taken. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ദി റോഡ് നോട്ട് ടേക്കൺ എന്ന പദ്യത്തിലെ അവസാന വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടു റോഡ്സ് ഡൈവേർജ്ഡ്, രണ്ട് വഴികൾ വേർപിരിയുന്നു. ഇൻ എ വുഡ്, ഒരു വനത്തിൽ. ആൻഡ് ഐ ടുക്ക് ദി വൺ ലെസ് ട്രാവൽഡ് ബൈ, അതിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ലെസ് ട്രാവൽഡ് ബൈ. നമുക്കറിയാം, കാട്ടിലേക്കുള്ള വഴി ജനയോഗ്യമാണെങ്കിൽ നല്ല തെളിഞ്ഞ പാതയായിരിക്കും. അതല്ല, കാൽ പെരുമാറ്റം കുറഞ്ഞ പാതയും അവിടെ കാണുന്നു. അപ്പോൾ കാൽ പെരുമാറ്റം കുറഞ്ഞ പാതയെ ആണ് നമ്മളുടെ കവി തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ആൾ ദി ഡിഫറൻസ്. ഇവിടെ മെനി ഇൻഡിവിജ്വൽസ് ഹാവ് ടേക്കൺ അൺകൺവെൻഷണൽ ഓർ അൺട്രഡീഷണൽ പാത്സ് ആൻഡ് അച്ചീവ്ഡ് റിമാർക്കബിൾ സക്സസ്. എടുത്തു പറയത്തക്ക വിജയം കൈവരിക്കുന്നത് ഇതിലൂടെയായിരിക്കും. അവർ തിരഞ്ഞെടുക്കുന്ന അവിടെ ഒരു ചോയ്സ് ആണ്. ഇവിടെ ചോയ്സ് ഇൻ ലൈഫ്, ജീവിതത്തിലെ തെരഞ്ഞെടുപ്പ്. അൺസർട്ടൈനിറ്റി. ഇപ്പോൾ കൺവെൻഷണൽ പാത്തുകൊണ്ട് അൺകൺവെൻഷണൽ പാത്തുകൊണ്ട്, അതിൽ അൺകൺവെൻഷണൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ആൾ ദി ഡിഫറൻസ്. അവിടെയാണ് വൈവിധ്യം എന്ന് പറയുന്നത്. ഇപ്പം ചൂസിങ് ദി റോഡ് ലെസ് ട്രാവൽഡ്, അവിടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻസ് ഓൺ അനലിറ്റിക്കൽ മൈൻഡ് സെറ്റ് ഓഫ് ദി പേഴ്സൺ. അപ്പോൾ ഒരു വ്യക്തിയുടെ അനലിറ്റിക്കൽ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ചോയ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു മെറ്റഫറാണ് ഇവിടെ കവിതയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതായത് നമ്മുടെ കരിയർ ചോയ്സ്, നമ്മൾ ഏത് കരിയർ തിരഞ്ഞെടുക്കണമെന്ന ഒരു ചോയ്സ്, അല്ലെങ്കിൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ്, എഡ്യൂക്കേഷണൽ ആൻഡ് ലേണിംഗ്, പേഴ്സണൽ ഗ്രോത്ത്, സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഡിസിഷൻസ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്. ഇവിടെയൊക്കെ നമ്മൾ പല മേഖലകളിലും ഓരോന്ന് തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ അത് തീരുമാനിക്കുന്നത് അനലിറ്റിക്കൽ മൈൻഡ് സെറ്റാണ്. ബിൽഗേറ്റ്സിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അവർക്ക് റിമാർക്കബിൾ സക്സസ് അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക വിജയം കൈവരിക്കാനും പ്രശസ്തരാവാനും സാധിച്ചിട്ടുള്ളത്. Two roads diverged in a wood, and I took the one less traveled by, and that has made all the difference. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേര് പാസ്റ്റ് പ്രോഗ്രസ്, പുരോഗതിയിലേക്കുള്ള വഴികൾ അല്ലെങ്കിൽ മാർഗങ്ങൾ, പാതകൾ. അതിലെ ഫസ്റ്റ് ലെസൺ ഒരു സ്പീച്ചാണ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ, തടസ്സങ്ങൾ ഭേദിച്ച് ഞാൻ പറക്കും. ശ്രീകാന്ത് ബോർല, അദ്ദേഹത്തിൻ്റെ ഒരു ജീവ കഥയാണ് അല്ലെങ്കിൽ ജീവിതാനുഭവമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us understand the profile of the author. About the author, Srikanth Bola was born in 1991 at Machilpatnam in Andhra Pradesh. അപ്പോൾ ശ്രീകാന്ത് ബോല ജനിക്കുന്ന 1991 ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണം. ഹിസ് പാരൻസ് വെയർ അൺഎഡ്യൂക്കേറ്റഡ് ഫാമേഴ്സ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിദ്യാസമ്പന്നരായിരുന്നില്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു. ഹി ഹാസ് ബീൻ എ യൂത്ത് ലീഡർ സിൻസ് 2005 ആൻഡ് എ മെമ്പർ ഓഫ് ദി ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ ഓഫ് 2020. ദി നാഷണൽ യൂത്ത് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ ദി ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം ആരംഭിച്ച നാഷണൽ യൂത്ത് മൂവ്മെന്റ്, അതിൽ അദ്ദേഹം ഒരു മെമ്പറായിരുന്നു. ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ, അന്ന് ഫോം ചെയ്ത ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ ഓഫ് 2020.
ദി നാഷണൽ യൂത്ത് മൂവ്മെന്റ്, അതിന്റെ പേരാണ് നാഷണൽ യൂത്ത് മൂവ്മെന്റ് ആയിരുന്നു അത്. ഇനി ഹി ഹാസ് ബീൻ എ യൂത്ത് ലീഡർ സിൻസ് 2005. അദ്ദേഹം ഒരു യുവ നേതാവായിരുന്നു 2005 മുതൽ. അതിൻ്റെ ഇൻ 2012 ബോല സെറ്റപ്പ് ബോലൻ ഇൻഡസ്ട്രീസ് വിത്ത് എ പാർട്ണർ രവി മാത്ത. രവി മാത്ത എന്ന സുഹൃത്തുമായി ചേർന്നിട്ട് അദ്ദേഹം ബോലൻ ഇൻഡസ്ട്രി എന്ന ഒരു സ്ഥാപനം സെറ്റപ്പ് ചെയ്തു 2012. ഇറ്റ് പ്രൊഡ്യൂസസ് ഇക്കോ ഫ്രണ്ട്ലി റീസൈക്കിൾഡ് ക്രാഫ്റ്റ് പേപ്പർ ആൻഡ് പാക്കേജിംഗ് പ്രോഡക്ട്സ് ഫ്രം നാച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. പുനർനിർമ്മിച്ച ക്രാഫ്റ്റ് പേപ്പർ മീൻസ് സ്മൂത്ത് ബ്രൗൺ റാപ്പിംഗ് പേപ്പർ, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ പരിസര മലിനീകരണം ഉണ്ടാകാത്ത ഒരു സംരംഭത്തിനാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. ക്രാഫ്റ്റ് പേപ്പറും അതിൻ്റെ പാക്കേജിങ്ങും നാച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചത് പ്രകൃതിത്വവും അതുപോലെ തന്നെ പുനർനിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വസ്തുവാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ശ്രീകാന്ത് ബോല ഈസ് ദി ഡയറക്ടർ ഓഫ് സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷൻ വിച്ച് ഹി ഫൗണ്ടഡ് ഇൻ 2016. 2014 അദ്ദേഹം സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷന്റെ ഡയറക്ടറായി ചാർജ് എടുത്തു. അതിൽ 4 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഡയറക്ടറായിരുന്നു ഇദ്ദേഹം. The organization aims to enable individuals and institutions in India to achieve the sustainable development goals by 2030. 2030 ആകുമ്പോഴേക്കും ഒരു സുസ്ഥിര വികസനം ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ, ഇൻഡിവിജ്വൽസിനെയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യയിലെ വ്യക്തികളെയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒരു സുസ്ഥിര വികസനത്തേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ 2030 ആകുമ്പോഴത്തേക്കും ആ ലക്ഷ്യം നേടിയെടുക്കണം എന്നതായിരുന്നു ഓർഗനൈസേഷന്റെ ലക്ഷ്യം. ഇൻ 2017 ബോല വാസ് നെയ്മഡ് ഇൻ ഫോർബ്സ് മാഗസിൻ ലിസ്റ്റ് ഓഫ് 30 under 30 അക്രോസ് ആൾ ഓഫ് ഏഷ്യ. 2017 ബോലയുടെ പേര് ഫോർബ്സ് മാഗസിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഈസ് ആൻ റെനൗണ്ട് അമേരിക്കൻ ബിസിനസ് പബ്ലിക്കേഷനാണ്. ഫോർബ്സ് മാഗസിൻ ഈസ് എ റെനൗണ്ട് അമേരിക്കൻ ബിസിനസ് പബ്ലിക്കേഷൻ. അമേരിക്കയിലെ ഒരു അറിയപ്പെടുന്ന ബിസിനസ് പബ്ലിക്കേഷൻ്റെ പേരാണ് ഫോർബ്സ് മാഗസിൻ. അതിൽ 30 under 30 എന്ന് പറഞ്ഞാൽ 30 വയസ്സ് പ്രായം, അതിൽ ലിസ്റ്റ്, ആ മാഗസിനിലെ ലിസ്റ്റിൽ പേര് വരണമെങ്കിൽ 30 വയസ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു 20 ഇൻഡസ്ട്രികൾ ഉൾപ്പെട്ട അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ട് 30 പേരെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. അതാണ് 30 ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ആർ സെലക്ടഡ് ഫ്രം ദി ലിസ്റ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഹൈദരാബാദിൽ ആണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷൻ. Then come to the lesson. ആദ്യം തന്നെ ഒരു വൈസ് സേയിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. The secret of getting ahead is getting started. The secret of getting ahead is getting started. Mark Twain. That is a motivational reminder to overcome inertia and start working towards your objectives. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ഒരു മോട്ടിവേഷണൽ റിമൈൻഡർ ആണ് യഥാർത്ഥത്തിൽ ദി സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് എഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. മുന്നോട്ട് പോകുന്നതിൻ്റെ രഹസ്യം തുടങ്ങുക എന്നുള്ളതാണ്, ആരംഭിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കൽ എന്താണ്? പ്രൊക്രാസ്റ്റേഷൻ ക്യാൻ ഹിൻഡർ സക്സസ്. പിന്നീട് ഒരിക്കലാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് അത് തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ തടസ്സമാണ്. അപ്പോൾ ദിസ് ഈസ് എ മോട്ടിവേഷണൽ റിമൈൻഡർ ടു ഓവർകം ഇനേർഷ്യ. ഇനേർഷ്യ മീൻസ് ഇപ്പോൾ ഒരു വസ്തു, നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ അതിൽ ഒരു ബലം പ്രയോഗിക്കണം. ഇല്ലെങ്കിൽ ആ നിശ്ചലമായിരിക്കുന്ന വസ്തു അവിടെ തന്നെ തുടരും. എത്ര കാലത്തോളമാണോ അതിന് തുല്യം
ഇതിനുപരിയായിട്ട് ഒരു ബലം അതിൽ പ്രയോഗിക്കുന്നത്, അപ്പോഴേ അത് മൂവ് ചെയ്യും, ചലിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ തുടരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുക, ഇനർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയുക. ആ സ്റ്റേറ്റ് തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദി സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് എഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ആരംഭിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, അതായിരിക്കണം ഒബ്ജക്റ്റീവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡസ് ദി പിക്ചർ സജസ്റ്റ് ടു യു ഡിസ്കസ്? അതെ, ഒരു 6 സ്റ്റെപ്പ് അല്ല, പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു 6 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പിൽ 6ാമത്തെ സ്റ്റെപ്പിൽ ഒരു ട്രോഫി ഇരിപ്പുണ്ട്. ഈ ട്രോഫി എടുക്കുന്നതിന് വേണ്ടി ഒരു 4 പേരെ അവിടെ താഴെ ചിത്രത്തിൽ കാണാൻ പറ്റും. ഹിയർ മീൻസ് എ പേഴ്സൺസ് selecting or their choices are entirely different from one person to another. That depends on the mindset. Analytical mindset ആണ് ഇവിടെ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത്. ഇവിടെ 4 പേരുണ്ട്, ഒരാൾ അതിൽ പിടിച്ചു കയറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ പാതയ്ക്ക് അത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? റെസിലിയൻസ്, എബിലിറ്റി, creativity, adaptability, risk taking, strong communication, problem solving, passion, flexibility, continuous reading or learning, financial determination, networking, leadership. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ആ അനലിറ്റിക്കൽ മൈൻഡ് സെറ്റ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ഇവർ എങ്ങനെയാണ് അതിൽ വിജയിക്കുന്നത് എന്നാണ്. വാട്ട് ഡസ് ദി പിക്ചർ സജസ്റ്റ് ടു യു ഡിസ്കസ്? അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ദെൻ യു ഹാവ് റെഡ് ദി സാഗ ഓഫ് ദി ടിഫിൻ കരിയേഴ്സ് ഇൻ ക്ലാസ് 9. നിങ്ങൾ ക്ലാസ് 9ൽ സാഗയുടെ ടിഫിൻ കരിയേഴ്സിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഫോർ ദി ടിഫിൻ കരിയേഴ്സ് നെസസിറ്റി ബിക്കെയിം ദി മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഡബ്ബാവാലാസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നെസസിറ്റി ബിക്കെയിം ദി മദർ ഓഫ് ഇൻവെൻഷൻ, ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. ആൻഡ് ദി പ്രൊജക്ട് ഈസ് നൗ ദി മദർ ഓഫ് ഓൾ കമ്മ്യൂണിറ്റി എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാംസ്. ഇപ്പം നമ്മൾ ഏത് എന്റർപ്രണർ അല്ലെങ്കിൽ ഏത് സംരംഭം തുടങ്ങുന്നതിനും അതിനൊരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതെങ്ങനെയായിരിക്കണം? അതിനൊരു ആമുഖം ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ ആരൊക്കെ ആയിരിക്കണം? ഉദാഹരണത്തിന് 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു കുട നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നു. 10 വനിതകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. ഒരു മാസം 10 കുട ഉണ്ടാക്കുന്നു എന്നിരിക്കുക. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ആമുഖം ഇതായിരിക്കും. 10 വനിതകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റ്. അതുകൊണ്ട് അങ്ങനെ 10 എന്നുള്ളത് വലുതായി 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 ഒരു കമ്പനി തന്നെ, കുട കമ്പനി തന്നെയായി മാറുന്ന തരത്തിലേക്ക് അതിലെ ഗുണഭോക്താക്കൾ, അതിൻ്റെ ബെനിഫിഷ്യറീസിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഇപ്പം ഒരു 300 രൂപ കുടയ്ക്ക് വിലയുണ്ടെങ്കിൽ 200 രൂപ കളക്ട് ചെയ്യുന്നു 10 പേരിൽ നിന്ന്. എന്നിട്ട് ഇത് ഉപയോഗിച്ച് മെറ്റീരിയൽ വാങ്ങിക്കുന്നു. വൈകുന്നേരം ഒരാളിനെ വിളിച്ച് കുട നിർമ്മിക്കുന്നു. വൈകുന്നേരം ഇവർ കുടയുമായി വീട്ടിൽ പോകുന്നു. അതിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള 10 പേരിൽ 5 പേരെ അല്ലെങ്കിൽ 2 പേരെ തിരഞ്ഞെടുത്തിട്ട് വീണ്ടും ഈ യൂണിറ്റ് 10 എന്നുള്ളത് 20 ആക്കി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ, പ്രോജക്റ്റിന് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫൈനാൻഷ്യൽ ഔട്ട്കം, അതുപോലെ തന്നെ ഔട്ട്ലേ ഉണ്ട്, അതിനെ മോണിറ്റർ ചെയ്യണം, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം, അവസാനം ഒരു കൺക്ലൂഷൻ. അപ്പോൾ ഏത് കാര്യം ചെയ്യുന്നതിനും ഒരു പ്രൊജക്റ്റ് നമുക്ക് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇവിടെ തിലക് മേത്ത വാസ് എ 13-year-old boy when he initiated a startup. തിലക് മേത്തയാണ് ഇതിൽ അതിന് എക്സാമ്പിളായിട്ട് സൂചിപ്പിക്കുന്നത്. 13 വയസ്സുള്ള ഈ കുട്ടി ഒരു സ്റ്റാർട്ടപ്പ്, ഒരു സംരംഭം തുടങ്ങുകയാണ്. ഹി സ്റ്റാർട്ടഡ് പർപ്പസ് ആൻഡ് പാർസൽസ്, PNP. പർപ്പസ് ആൻഡ് പാർസൽസ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ഒരു കൊറിയർ സർവീസ്, ഡിജിറ്റലി മാനേജ്ഡ് കൊറിയർ സർവീസ് ഇൻ 2018, ഇൻസ്പയർഡ് ബൈ ദി മോഡൽ ഓഫ് ദി ഡബ്ബാവാലാസ്. അപ്പോൾ ഡബ്ബാവാലാസിൻ്റെ ജോലി എന്താ? ബോംബെയിൽ ഇതാരംഭിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കളക്ട് ചെയ്തിട്ട്
ഓഫീസിലും അതുപോലെ സ്കൂളിലും എത്തിക്കുക. അത് കൃത്യമായും ചെയ്യുക. ഇറ്റ് അഷ്വേർഡ് ഡെലിവറി എനിവെയർ ഇൻ ദി സിറ്റി ദി സെയിം ഡേ ദി പാർസൽ വാസ് ഹാൻഡഡ് ടു ദി കമ്പനി. അപ്പോൾ കമ്പനിക്ക് കിട്ടുന്ന ഈ സാധനങ്ങൾ ഇതുപോലെ ഡബ്ബാവാലയാണ് ഇദ്ദേഹത്തെ, ഈ 13 വയസ്സുള്ള കുട്ടിയെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ഇൻസ്പയർഡ് ബൈ ദി മോഡൽ ഓഫ് ദി ഡബ്ബാവാലാസ് ഇറ്റ് അഷ്വേർഡ് ഡെലിവറി എനിവെയർ ഇൻ ദി സിറ്റി. എവിടെയും, സിറ്റിയിൽ എവിടെയും ആ കമ്പനിക്ക് കിട്ടുന്ന ആ വസ്തു അതേ ദിവസം തന്നെ എത്തിക്കുന്നു. ദി ഐഡിയ കെയിം ടു ഹിം വെൻ ഹി അർജന്റ്ലി നീഡഡ് സം ബുക്സ് ഫ്രം ദി അതർ എൻഡ് ഓഫ് ദി സിറ്റി. ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ആ വസ്തുത, നമ്മളെ ഓരോന്നും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രേരക ശക്തി ഉണ്ടായിരിക്കും. ഇവിടെ തിലക് മേത്തയെയും വേദനിപ്പിച്ച ഒരു സംഭവം ആണ് അദ്ദേഹത്തെ ഇതിലേക്ക് തിരിച്ചുവിടാൻ കാരണം. ദി ഐഡിയ കെയിം ടു ഹിം വെൻ ഹി അർജന്റ്ലി നീഡഡ് സം ബുക്സ് ഫ്രം ദി അതർ എൻഡ് ഓഫ് ദി സിറ്റി. ഇയാൾക്ക് മറ്റ് സിറ്റിയുടെ അങ്ങേറ്റത്തേക്ക് കുറച്ച് പുസ്തകങ്ങൾ അയക്കണമായിരുന്നു. ഹി ട്രൈഡ് ടു ഗെറ്റ് ദി ബുക്സ് ഡെലിവേർഡ് ബട്ട് ദി കൊറിയർ കോസ്റ്റ് വെയർ മച്ച് ഹയർ ദാൻ ദി പ്രൈസ് ഓഫ് ദി ബുക്സ്. 100 രൂപ വിലയുള്ള ഒരു പുസ്തകം ഇപ്പം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അയക്കണം എങ്കിൽ ബുക്കിൻ്റെ വില 100 ആണെങ്കിൽ കൊറിയർ സർവീസ് 150. ഇത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. He tried to get the books delivered, but the courier costs were much higher than the price of the books. This gave him the idea of providing a cheaper service. ഈ ഐഡിയയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കൊറിയർ സർവീസ് ആരംഭിക്കുവാൻ പ്രേരിപ്പിച്ചത്. ജസ്റ്റ് എ ഫ്യൂ മന്ത്സ് ലേറ്റർ, കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ, ദി യങ് എന്റർപ്രന്യൂർ ഹു വാസ് ദെൻ ഇൻ ക്ലാസ് 8, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന തിലക് മേത്ത ഒരു എംപ്ലോയറായി മാറി. വാസ് മാനേജിങ് എ സ്റ്റാഫ് ഓഫ് 500 പേരെ വെച്ച് കൊറിയർ സർവീസ് നടത്തുന്ന ഡിജിറ്റലി മാനേജ്ഡ് കൊറിയർ സർവീസ് ആയിട്ട് അത് വളർന്നു. ഹു പ്രോസസ്ഡ് ആൻഡ് ഡെലിവേർഡ് 1000 to 1200 പാർസൽസ് എ ഡേ. ഒരു ദിവസം തന്നെ 1000 മുതൽ 1200 പാർസൽ വരെ അയക്കുന്ന ഒരു ചെറിയ കമ്പനിയായി മാറി. ദി സക്സസ് ഓഫ് പർപ്പസ് ആൻഡ് പാർസൽ റിഫ്ലെക്ട്സ് ദി പൊട്ടൻഷ്യൽ ഫോർ യൂത്ത് എൻ്റർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ. ഇതെന്താണ് കാണിക്കുന്നത്? ഈ ദി സക്സസ് ഓഫ് പേപ്പേഴ്സ് ആൻഡ് പാർസൽസ് എന്താ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഫോർ യൂത്ത് എൻ്റർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഉറങ്ങിക്കിടക്കുന്ന ചെറുപ്പക്കാരിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ തട്ടി ഉണർത്തി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിലുള്ള കഴിവ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഡു യു എഗ്രി? ഗിവ് റീസൺസ്. അപ്പോൾ ഏതൊന്നിൻ്റെയും വിജയം എന്ന് പറയുന്നത് എന്താണ്? ദി സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. അതാണ്. വാട്ട് ക്വാളിറ്റീസ് ഷുഡ് യങ് എൻട്രപ്രനേഴ്സ് പോസസ്, അക്വയർ ഓർ ഡെവലപ്പ്? ഏതെല്ലാം ഗുണങ്ങളായിരിക്കണം ഒരാൾക്ക് ഈ അർത്ഥത്തിൽ ഉണ്ടായ ഒരു എൻ്റർപ്രണർഷിപ്പ് ആരംഭിക്കണമെങ്കിൽ അയാൾക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം? അക്വയർ ഓർ ഡെവലപ്പ്. ഇന്നോവേറ്റീവ് ആയിരിക്കണം അയാൾ. അയാളുടെ ഐഡിയാസ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കണം. അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. റിസ്ക് ടേക്കിംഗ്, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി, ദെൻ യൂത്ത് ഡ്രിവൺ ഇന്നോവേഷൻ. ദീസ് ആർ സം ഓഫ് ദി ഗുഡ് ക്വാളിറ്റീസ് മസ്റ്റ് ഹാവ് ആൻ എൻ്റർപ്രണർ. ഡു യു നോ എനി സിമിലർ സ്റ്റോറീസ് ഓഫ് സക്സസ്? Try to collect a few and present them in your group. അത് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ബൈജൂസ് ആപ്പ് അതുപോലെ ഉള്ള ഒരുപാട് സംരംഭങ്ങൾ ഇന്ന് വിജയപ്രദമായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ മുന്നിൽ കാണാം. യെസ്, ലെറ്റ് us begin our lesson. Let's read and reflect. നമുക്ക് വായിച്ച് ചിന്തിക്കാം. സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പെർസിവറൻസ് റാദർ ദാൻ ലക്ക്, ഡസൻറ്റ് ഇറ്റ്? സക്സസ് റിക്വയർസ് വിഷൻ. ഏത് കാര്യത്തിനും വിജയം നേടണമെങ്കിൽ അവിടെ ഒരു നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവും ഒരു കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടായിരിക്കണം. സക്സസ് റിക്വയർസ് വിഷൻ, ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ആൻഡ് പെർസിവറൻസ് റാദർ ദാൻ ലക്ക്. അല്ലാതെ ഇത് ലക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാമോ? ഡസൻറ്റ് ഇറ്റ്? അതാണ് ഭാഗ്യമാണോ? അല്ല. സ്ഥിരോത്സാഹം, നിശ്ചയദാർഢ്യം, കാഴ്ചപ്പാട്, ഇതൊക്കെയാണ് വിജയത്തിലേക്ക് എത്തിക്കുന്നത്. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ്.
പ്രശ്നങ്ങളെ എല്ലായ്പ്പോഴും നമ്മൾ എന്തായി കാണണം? അവസരങ്ങളായി കാണണം. ആൻഡ് ഫെയിലുവേഴ്സ് ആസ് പ്രാക്ടീസ്. അതുപോലെ പരാജയങ്ങളെ നമ്മൾ അനുഭവമായി കാണണം. അപ്പോൾ പരാജയത്തെ അനുഭവമായും പ്രശ്നങ്ങളെ അവസരങ്ങളായും കണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. ഡു യു അഗ്രി? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? Now let's listen to a visually challenged visionary who has changed his own life and the lives of many others. ഇവിടെ ഇനി നമുക്ക് ഈ ഒരു കഥ, ഇദ്ദേഹത്തിൻ്റെ കഥ, ശ്രീകാന്ത് ബോലയുടെ കഥ ഒന്ന് പഠിക്കാം. Now let's listen to a visually challenged visionary. അതാണ് വിഷ്വലി ചലഞ്ചഡ്. എന്തിനെ അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുന്നത്? വിഷ്വലി ചലഞ്ചഡ്, അന്ധനായ, കാഴ്ചയില്ലാത്ത. കാഴ്ച എന്ന നമ്മൾ ഈ ലോകത്തെ അതിൻ്റെ മനോഹാരിത മനസ്സിലാക്കുന്നത് കാഴ്ചയിലൂടെയാണ്. പക്ഷേ ഇത് വിഷ്വലി ചലഞ്ചഡ് ആണ്, അല്ലെങ്കിൽ ജന്മന തന്നെ കാഴ്ചയില്ലാത്ത, അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ വിഷ്ണറി, കാഴ്ച വൈകല്യമുള്ള ദർശകൻ എന്ന് വേണം നമുക്ക് പറയാം. വിഷ്വലി ചലഞ്ചഡ് വിഷ്ണറി മീൻസ് കാഴ്ച വൈകല്യമുള്ള ദർശകൻ. കാഴ്ച ഇല്ലെങ്കിലും അദ്ദേഹം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻസൈറ്റിൽ കാണുന്നുണ്ട്. ഹു വാസ് ചേഞ്ച്ഡ് ഹിസ് ഓൺ ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് മാറിയത് ദി ലൈഫ്സ് ഓഫ് മെനി അതേഴ്സ്. പല ആളുകളുടെയും ഇത് ഒരു മോട്ടിവേഷൻ ആയി മാറി. ബ്രേക്കിംഗ് ബാരിയേഴ്സ്. തടസ്സങ്ങൾ ഭേദിച്ച് ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ശ്രീകാന്ത് ബോല. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങൾ ഭേദിച്ച് ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ഹലോ, ഐ ആം ശ്രീകാന്ത്, ആൻ എന്റർപ്രന്യൂർ. ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയ്ഡ്. അദ്ദേഹം കണ്ടുകൊണ്ടല്ല പറയുന്നത്, കാണാതെ തന്നെ ലോകജനത്തെ നോക്കിയിട്ട് പറയാണ്. ഹലോ, ഐ ആം ശ്രീകാന്ത്, ഞാൻ ശ്രീകാന്താണ്. ആൻ എന്റർപ്രന്യൂർ, ഞാനൊരു സംരംഭകനാണ്. ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയ്ഡ്. ഇന്ത്യയിലെ 51% ആൾക്കാരും സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. ലെറ്റ് മീ ഷെയർ ദി സ്റ്റോറി ഓഫ് ദി റിച്ചസ്റ്റ് എന്റർപ്രനോറിയൽ കപ്പിൾസ് ഇൻ ദി വേൾഡ്, മൈ പേരൻസ്. എന്നെ അനുവദിക്കുമോ ഈ കഥയൊന്ന് ഷെയർ ചെയ്യുവാൻ? ഷെയർ ദി സ്റ്റോറി ഓഫ് ദി റിച്ചസ്റ്റ് എന്റർപ്രനോറിയൽ കപ്പിൾസ്. ഏറ്റവും ദി റിച്ചസ്റ്റ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചിരിക്കുന്നു. ഏറ്റവും ധനികരായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഈ ലോകത്തിലെ ഏറ്റവും ധനികരായിട്ടുള്ള സംരംഭകർ ആയിട്ടുള്ള ദമ്പതികളാണ്. They earned just 20,000 a year from their small plot of land. അതിൻ്റെ കാരണം അവർ ഒരു വർഷം 20,000 രൂപ സ്വന്തം ഭൂമിയിൽ നിന്ന് കൃഷിപ്പണിയിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദി ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവരി മാരീഡ് കപ്പിൾ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളതാണ്, ഇല്ലേ? ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദി ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവരി മാരീഡ് കപ്പിൾ. വിവാഹിതരായ ദമ്പതികൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാല് കാണുക. അറ്റ് ദാറ്റ് മൊമെന്റ് ഇൻ ടൈം ദി ടേം ആപ്പിൾ ഓഫ് ദി ഐ ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം. ഇവിടെ അറ്റ് ദാറ്റ് മൊമെന്റ്, ആ ഒരു നിമിഷം ഈ മാതാപിതാക്കൾക്കും ഉണ്ടായി. അതിനുപയോഗിച്ച ടേമാണ് ദി ടേം ആപ്പിൾ ഓഫ് ദി ഐ. കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നമ്മൾ ആ കുട്ടിയെ കാണുന്നത്. ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം. Neither of my parents had ever seen an apple, nor did I have an eye. പക്ഷേ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാണുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നു. പക്ഷേ neither of my parents had ever seen an apple, അവർ ആപ്പിൾ കണ്ടിട്ടില്ല, അല്ലേ? അതുപോലെ no did I have an eye, എനിക്ക് കണ്ണുമില്ല, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നു. അവിടെ ആ ടേം എന്താണ്? ആപ്പിൾ ഓഫ് ദി ഐ ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം. പക്ഷെ ആ പറയുന്ന ആ ഒരു ഫ്രൈസിന് അനുകൂലമായിരുന്നില്ല. എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, അതുപോലെ എൻ്റെ മാതാപിതാക്കൾ ആപ്പിളും കണ്ടിട്ടില്ല. When I was born without eyes, society saw me as a burden. ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ണില്ലാതെ, കാഴ്ചയില്ലാതെ ജനിച്ചപ്പോൾ സമൂഹം എങ്ങനെയാണ് എന്നെ ഒരു ഭാരമായിട്ടാണ് സമൂഹം കണ്ടത്. Some even suggested that I should be a smooth-thought.
പലരും നിർദ്ദേശിച്ചു ഇവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലണം. ഐ ഷുഡ് ബി സ്മൂത്ത്. ബട്ട് മൈ പേരൻസ് ഷവേർഡ് ഓൺ മീ ഇമ്മൻസ് ലവ് ആൻഡ് കെയർ. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടുവോളം സ്നേഹം തന്നു, ശ്രദ്ധ തന്നു, പരിചരിച്ചു, വളർത്തി. ദേ ഫെൽറ്റ് ദേ വെർ ദി റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദി വേൾഡ്. അങ്ങനെയാണ് അവർക്ക് എന്ത് ഫീൽ ചെയ്തത്? അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ധനികരായിട്ടുള്ള ദമ്പതികളെന്ന്. ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് ദി ലക്കിയസ്റ്റ് പേഴ്സൺ. ഞാനും അങ്ങനെ ചിന്തിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മകനാണ് ഞാനെന്ന് സ്വയം ചിന്തിച്ചു. ആസ് എ ചൈൽഡ് ഐ സ്പെൻഡ് മച്ച് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദി ഫീൽഡ്സ്. എൻ്റെ കുട്ടിക്കാലം അതിലേറെ സമയവും ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം ചിലവഴിച്ചു. ഹവർ മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. കുട്ടിയായിരുന്നെങ്കിലും എനിക്ക് എന്നെ കൊണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായതും. ഹവർ മൈ ഷോർട്ട് ലെഗ്സ് മെയ്ഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അണ്ണാറക്കണ്ണൻ തന്നാലായതും എന്ന് പറയുന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു. മൈ ഫാദർ ബിഗാൻ ടു തിങ്ക് ദാറ്റ് പെർഹാപ്സ് ദി പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ മൈറ്റ് ബി റൈറ്റ്. എന്നാൽ മൈ ഫാദർ ബിഗാൻ ടു തിങ്ക് ദാറ്റ് പെർഹാപ്സ് ദി പീപ്പിൾ ഹു ഡൗട്ടഡ് മൈ ഫ്യൂച്ചർ മൈറ്റ് ബി റൈറ്റ്. എൻ്റെ ഭാവി എങ്ങനെയായി തീരും എന്ന് എൻ്റെ മകനെക്കുറിച്ച് ഉള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടി. പൊതുജനം പറയുന്നത് പോലെയാണോ എല്ലാം ശരിയാകും എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഹി റിയലൈസ്ഡ് ഐ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ടു ദി ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഐ ഡിഡ്ന്റ് ഫിറ്റ് ഇൻ ടു ദി ട്രഡീഷണൽ ഫാമിംഗ് മോഡൽ. എനിക്ക് ഈ പരമ്പരാഗതമായ കൃഷിയിലൂടെ വിജയം വരിക്കാൻ കഴിയുമോ? ദെൻ ഹി ഡിസൈഡഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വാസ് ടു ബി മൈ പാത്ത്. അപ്പോൾ എൻ്റെ മകനെ ഇനി ഈ കൃഷിപ്പണിയിൽ തന്നെ ഏർപ്പെടുത്തിയാൽ എത്രമാത്രം ശരിയാകും, എൻ്റെ ഭാവി എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ച് ആശങ്കാകുലനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഇനി വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ എൻ്റെ വഴി തെളിയൂ എന്ന്. ആളുകൾ അങ്ങനെ സംശയിക്കുന്നത് ശരിയായിരിക്കാം. ഒരുപക്ഷെ എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ അച്ഛൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ എനിക്ക് ഇനി ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയൂന്ന് ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ചിന്തിച്ചു. പിന്നെ എഡ്യൂക്കേഷൻ ഈസ് ദി മൈറ്റിയസ്റ്റ് വെപ്പൺ ദാറ്റ് ക്യാൻ ചേഞ്ച് ദി വേൾഡ് എന്നാണ് നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കരുത്തുള്ള ഒരു ആയുധമാണ്. അതിന് ഈ ലോകത്തെ തന്നെ മാറ്റുവാൻ സാധിക്കും. അപ്പോൾ അനദർ സെയിങ് ഓർ ഒരു ആഫ്രിക്കൻ സെയിങ് ഇങ്ങനെ പറയുന്നു, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻഡ് എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻഡ് എ വില്ലേജ്. അപ്പോൾ നിങ്ങൾ ഒരു ആൺകുട്ടിയെ പഠിപ്പിച്ചാൽ ഒരു മനുഷ്യനെ ട്രെയിൻ ചെയ്യുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതൊരു വില്ലേജിനെ തന്നെ ട്രെയിൻ ചെയ്യുന്നതിന് തുല്യമാണ്. ഇവിടെ അതുകൊണ്ട് വിദ്യാഭ്യാസമാണ് ഏകമാർഗം എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. ബ്രേക്കിംഗ് barriers I will fly. So please subscribe, share and support me. Thank you so much.